ഏത് രേഖകളാണ് തെറ്റാണെന്ന് പറഞ്ഞത്? രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം ഫുൾ ടെസ്റ്റ് നിങ്ങൾ കണ്ടതാണല്ലോ, എല്ലാവരും കണ്ടതാണ്, രാജ്യം മുഴുവൻ കണ്ടതാണ്. അദ്ദേഹം 5 ഐറ്റത്തിലായിട്ട് 1 ലക്ഷം വോട്ടിൻ്റെ ക്രമക്കേട് ഒരു അസംബ്ലി മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അതിൽ ചില ഉദാഹരണങ്ങളിൽ ഒരു ഉദാഹരണമാണ് ശകുൻ റാണിയുടെ കേസ്. ശകുൻ റാണിയുടെ കേസ് എന്താണ്? ഫോം 6 ഉപയോഗിച്ച്, സാധാരണ ഫോം 6 എന്ന് പറയുന്നത് പുതിയ വോട്ടർമാരെ ചേർക്കുന്ന ഫോമാണ്. പുതിയ വോട്ടർമാർ 18-നും 21-നും ഒക്കെ ഇടയിലുള്ള വോട്ടർമാരെ ചേർക്കുന്നതാണ് ഫോം 6. ആ ഫോം 6 ഉപയോഗിച്ചുകൊണ്ട് 70 വയസ്സ് കഴിഞ്ഞ ശകുൻ റാണിയുടെ പേര് 2 പ്രാവശ്യം ചേർത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ബൂത്ത് നമ്പർ 341 മഹാദേവപുര, ഒരു നമ്പർ 1228, ഒരു നമ്പർ 1042. 341 നമ്പർ ബൂത്ത് മഹാദേവപുര അസംബ്ലി നിയോജകമണ്ഡലത്തിൽ. അതിൽ 2 1228-ലും 1042-ലും രണ്ടും ശകുൻ റാണിയാണ്. ഇത് ഫോം 6-ലൂടെയാണ് രണ്ടാമത്തെ വോട്ട് വന്നിരിക്കുന്നത്. അവർ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞങ്ങളടുത്ത് വ്യക്തമായ തെളിവുകളുണ്ട്. ഞങ്ങളുടെ BLA പോളിംഗ് ബൂത്തിലുണ്ടായിരുന്ന ആൾ വോട്ട് ടിക്ക് ചെയ്തതിനകത്ത് ഇവർ 2 വോട്ടും ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു അത് ഇവർ ചെയ്തതാണോ എന്നറിയില്ല. ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ശകുൻ റാണി നിഷേധിച്ചു, ഞാൻ 2 വോട്ട് ചെയ്തു എന്നുള്ള കാര്യം. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു രണ്ടാമത്തെ വോട്ട് ശകുൻ റാണി ചെയ്തോ അല്ല ശകുൻ റാണിയുടെ പേരിൽ വേറെ ആരെങ്കിലും ചെയ്തോ എന്നത് നിശ്ചയമില്ല, പക്ഷേ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും വിസ്ഫോടനകരമായിട്ടുള്ള കാര്യം ഞങ്ങൾ ഉന്നയിച്ചിട്ട് അതിനൊന്നും മറുപടി പറയാതെ ഇപ്പോൾ ഒരു കത്ത് അയച്ചിരിക്കുകയാണ്. ഒരു ചെറിയ കാര്യം പറഞ്ഞ് രാഹുൽ ഗാന്ധി അതിന് തെളിവ് ഹാജരാക്കണമെന്ന്. എന്ത് ബാലിശമാണ്! ഇലക്ഷൻ കമ്മീഷനെ പോലെയുള്ള ഉത്തരവാദപ്പെട്ട ബോഡി ഇത്തരം ബാലിശമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ പറയേണ്ടത്? അപ്പോൾ അതിൽ തന്നെ തെളിവല്ലേ? അവരെക്സ്പോസ്ഡായി. ഇന്ത്യയിൽ സ്വതന്ത്രമായ ഇലക്ഷൻ നടത്താനല്ല അവർ നിൽക്കുന്നത് എന്നുള്ളത് എക്സ്പോസ് ചെയ്യപ്പെടുന്ന കാര്യമാണ് ഈ പുതിയ നോട്ടീസിലും. തെളിവുകൾ ഹാജരാക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് നോട്ടീസ് കാണിച്ച് ഭയപ്പെടുത്താമെന്ന് ഇലക്ഷൻ കമ്മീഷൻ വിചാരിക്കണ്ട. ഇത് ഞങ്ങൾ അങ്ങനെ വിടുന്ന പ്രശ്നമല്ല. ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. ഈ ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്നതിന് കൂട്ടുനിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരെ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കും. അതിന് ഞങ്ങൾ ജനങ്ങളടുത്തേക്ക് പോവും. നിങ്ങൾക്കറിയാമോ, ഇന്ന് രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കാര്യത്തെ സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. 6 മണിക്കൂറിനുള്ളിൽ 5 ലക്ഷം കോളുകളാണ് ഞങ്ങൾക്ക് വന്നത്. 6 മണിക്കൂറിനുള്ളിൽ 5 ലക്ഷം കോളുകൾ. ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവരെന്ത് വേണമെങ്കിലും അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ. ഞങ്ങൾക്ക് ഇപ്പം ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾക്കെതിരെയാണ് നടപടി വേണമെങ്കിൽ എടുക്കട്ടെ. പക്ഷേ സത്യം എത്ര വലിയ സ്വർണ്ണപാത്രം കൊണ്ടുവന്നാലും മൂടി വെക്കാൻ കഴിയില്ല. ഈ സത്യം വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും, ഞങ്ങൾ വരുത്തുക തന്നെ ചെയ്യും.